SFIOയുടെ അന്വേഷണത്തിൽ PV എന്ന് പറയുന്ന ഒരാൾ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, വലിയൊരു എമൗണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ PV എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ ആണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ലെന്നാണ് ഇടതുപക്ഷം വാദിക്കുന്നത്. എന്തായാലും ഇതിൽ ഇന്നൊരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ മാത്യു കുഴൽനാടൻ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇടതുപക്ഷ നിരീക്ഷകനായ ജയചന്ദ്രനോട്. മാത്യു കുഴൽനാടൻ ചോദിക്കുന്നുണ്ട്, PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാര്, അതും പ്രമുഖനായ ഒരു വ്യക്തിയാണ് എന്ന് പ്രത്യേകം SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു കമന്റ് ഞാൻ വായിച്ചിരുന്നു. മെക്സവനെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ SFIO എന്ന് പറയുന്നത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചത് തെറ്റാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഏതെല്ലാം അന്വേഷണ കമ്മീഷൻ വന്ന് ഏതെല്ലാം അന്വേഷണങ്ങൾ നടത്തിയാലും അതെല്ലാം തെറ്റും. അവർ ആരോപിക്കുന്ന കാരണങ്ങളിൽ അന്വേഷണം നടക്കുന്നതെല്ലാം ശരിയും എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ അല്ല PV എങ്കിൽ അത് മറ്റാരാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ളത് എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ. എന്തായാലും അധികം നീട്ടുന്നില്ല, അപ്പോൾ നമുക്ക് ആ ചർച്ച ഒന്ന് കേൾക്കാം. ഈ ചർച്ചയിൽ കുറെ കാര്യങ്ങൾ മാത്യു കുഴൽനാടൻ ജയചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. PV എന്ന് പറയുന്നത് പിന്നെ ആര്, അതാണ് മെയിനായിട്ട് മാത്യു കുഴൽനാടൻ ചോദിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അന്തിമ രൂപം എന്താണ് എന്നറിയില്ല. ആ റിപ്പോർട്ട് സമർപ്പിച്ച ഇന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നു, അതിന്മേൽ തുടർ നടപടി വേണം, പ്രോസിക്യൂഷൻ വേണം എന്നതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടേ ഇല്ല. ഒരു അഭിഭാഷകൻ ഓഫൻഡായി പറഞ്ഞ ചില കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് താങ്കൾ ഗുരുതരാക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആദ്യത്തെ ശ്രീ ജയചന്ദ്രന്റെ ഡിഫൻസ്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ആ ഒരു വാദത്തെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വാദമാണ് അദ്ദേഹം എടുത്തതെന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു അഭിഭാഷകൻ ഒരു കോടതിയിൽ പറഞ്ഞ പരാമർശത്തിൻ്റെ പേരിലോ ഈവൻ കോടതി നടത്തുന്ന ഒരു റെഫറൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമൻറ്റിൻ്റെ പേരിലോ നമുക്കൊന്നിനെയും ആത്യന്തികമായി വിധിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട്, കാരണം ഞാനും കോടതികളിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആ വാദത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഐ അക്സെപ്റ്റ് യുവർ പ്രൊപ്പോസിഷൻ. അതല്ല ഇവിടെ ചോദ്യം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് SFIOയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലായി, എന്താണ് നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്, എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ് എന്ന് കോടതി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലുള്ള കുറേ ഫാക്ച്വൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഫാക്ച്വൽ കോണ്ടെക്സ്റ്റിൽ നിന്നും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ അടിവരയിടുന്നതോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നതോ ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് SFIOയുടെ അഭിഭാഷകൻ നടത്തുന്നു. അതിപ്പോൾ വെറുതെ ഞങ്ങൾക്കാർക്കും വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ട് നടത്തുന്നതല്ലല്ലോ. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് നൽകിയ പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. തിങ്സ് ആർ വെരി ക്ലിയർ. അങ്ങനെ വന്നാൽ അത് ആരായിരിക്കുമെന്ന് പറയാനുള്ള ബാധ്യത ഈ ട്രാൻസാക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ച CPM എന്ന പാർട്ടിക്കില്ലേ എന്നാണ് ഞങ്ങളുടെ ഇന്ന് ഉന്നയിച്ച ചോദ്യം. അതൊരു തെറ്റാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും. പിന്നെ ഇപ്പോൾ അങ്ങ് മറ്റ് പല പേരുകളെക്കുറിച്ചും പരാമർശിച്ചു. അതിനുശേഷം SFIOയുടെ അഭിഭാഷകൻ പറയുകയാണ് 135 കോടിയല്ല 184 കോടി രൂപയുടെ അനധികൃത ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ മേജർ പൈസ പൊളിറ്റീഷ്യൻസിന് നൽകിയിരിക്കുന്നു, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാളുകൾക്ക് അതിനുശേഷം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നൽകിയിരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് മേജർ പൊളിറ്റീഷ്യൻസ് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൂട്ടി വായിക്കേണ്ടത് പിണറായി വിജയൻ പണം വാങ്ങി എന്നത് അതിൻ്റെ അകത്ത് വരുമല്ലോ. കാരണം അങ്ങ് അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 9ാമത്തെ പേജിൽ ഈ ചുരുക്കപ്പേരുകൾ പറയുമ്പോൾ ദ വേരിയസ് ഷോർട്ട് ഫോംസ് മെൻഷൻഡ് ഇൻ പേജ് നമ്പർ 29R KK കുഞ്ഞാലിക്കുട്ടി, AJ ഗോവിന്ദൻ, OC ഉമ്മൻചാണ്ടി, PV പിണറായി വിജയൻ, IK ഇബ്രാഹിം കുഞ്ഞ്, RC രമേശ് ചെന്നിത്തല. ഇപ്പോൾ ബാക്കി ആരും ഇതാ ഞങ്ങളല്ല എന്ന് പറഞ്ഞില്ലല്ലോ. പിണറായി വിജയനാണ് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് PV ആരൊക്കെ ആകാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ അതാണോ ഇന്നും CPMൻ്റെയും പിണറായി വിജയൻ്റെ നിലപാട്? അതായത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ കരിമണൽ കർത്തയിൽ നിന്നും കോടാനുകോടി രൂപ വാങ്ങുന്ന പൊളിറ്റീഷ്യനായ ഒരു നമ്മളാരും അറിയാത്ത മറ്റൊരു പിണറായി വിജയൻ ഉണ്ടെന്നാണോ അങ്ങും വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക. ഈ TV ചർച്ചയിൽ അങ്ങ് പറയുകയാണ് അത് മറ്റൊരു പിണറായി വിജയനായിരിക്കും എന്ന് പറയാനുള്ള ആർജവം അങ്ങേക്കുണ്ടോ? ബാക്കി എല്ലാവരെയും വിടും.
CPM വിടുക, അല്ലെങ്കിൽ എല്ലാവരും വിടുക. അങ്ങിപ്പോൾ ഈ ഒരു കേസ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ഇത്ര ക്ലാരിറ്റിയോടുകൂടി PV എന്ന് മാത്രമല്ല, PV പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞതല്ല, ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പേജ് നമ്പർ 9 റെഫറൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ PV ആരൊക്കെയാകാം? പിണറായി, ഇനി വേറെ പിണറായി വിജയൻ ഉണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ, അങ്ങനെ വാദിക്കാനുള്ള ധൈര്യം അങ്ങേക്കുണ്ടോ? ഈ കേസ് ഡിഫെൻഡ് ചെയ്യാനാണ് അങ്ങ് വരുന്നതെങ്കിൽ. അപ്പൊ അതുകൊണ്ട് SFIയുടെ അഭിഭാഷകൻ 184 കോടിയുടെ ക്രമവിരുദ്ധമായ പേയ്മെന്റ്സ് ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഇനി അടുത്ത ഭാഗമുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിന് കൊടുത്ത പേയ്മെന്റിൽ മേജർ പേയ്മെന്റ്, ദ മേജർ ചങ്ക് ഓഫ് ദ പേയ്മെന്റ് ഹസ് ഗോൺ ടു PV എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനാണ് ഇതിൻ്റെ അകത്ത് മുഖ്യമായ ലയൺ ഷെയർ അല്ലെങ്കിൽ മുഖ്യ പങ്ക് കൈപ്പറ്റിയത് പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. അത് വരുമ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് വരത്തില്ല, മറുപടി പറയത്തില്ല, മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ അങ്ങേക്ക് കുറഞ്ഞ പക്ഷം ഈ ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ ചോദിക്കുന്ന PV അദ്ദേഹം അല്ല എന്ന് താങ്കൾ പറയുമോ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിഷേധിക്കുന്നു. അതിനെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യണം, ആ നിലപാടിനെ. പിണറായി വിജയൻ അല്ല, പിണറായി വിജയൻ അല്ലാതെ വേറെ PV ആരാണ് എന്ന് കണ്ടെത്തേണ്ട ബാധ്യത പിണറായി വിജയൻ ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. എന്ത് ബാധ്യത? ഞാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാനല്ല മറ്റൊരാളാണ് എന്ന് തെളിയിക്കേണ്ട അധിക ബാധ്യത എന്തിന് പിണറായി വിജയൻ എടുക്കണം? SFIയോ ഇനി ഇൻട്രീം സെറ്റിൽമെന്റോ CBIയോ EDയോ ആരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നല്ലേ അവരുടെ വാദം. ഓക്കെ, ഞാൻ പറയുന്നത് നിഷാദാണെങ്കിലും ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയചന്ദ്രൻ സാറാണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു പിണറായി വിജയൻ ഉണ്ട് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു? അതേ കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പിണറായി വിജയൻ എന്ന ആള് മാത്യു കോഴനാടൻ, ഇപ്പോൾ ഈ കേസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ SFIയുടെ അഭിഭാഷകൻ വളരെ കൃത്യതയുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു, അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ ഇരിക്കുമ്പോഴും ഈ കേസ് ഫൈനലി വഴിയിൽ വീഴ്ത്തിക്കളയും ഈ BJP സർക്കാർ എന്ന് ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. ഞാനിന്ന് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്യാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടോം ആൻഡ് ജെറിയിലെ ജെറി പൂച്ച എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ജെറി മൗസാണ്. ജെറി മൗസിന്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറയണ്ടായി. അത് കാരണം ഈ ടോം ആൻഡ് ജെറിയിലെ സംവിധായകന്റെ രീതി അനുസരിച്ച് നമുക്ക് ഈ ടോം പൂച്ച ജെറി മൗസിന് ഇപ്പൊ പിടിക്കും തോന്നും. പക്ഷെ എല്ലാ തവണയും ഈ ടോം പൂച്ചയെ കബളിപ്പിച്ച് അല്ലെങ്കിൽ വെട്ടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജെറി മൗസ് രക്ഷപ്പെടും. ഇതാണ് അതിന്റെ ചുരുക്കം. ഇപ്പോൾ എത്രയോ വട്ടം എത്ര കേസുകളിൽ കേന്ദ്ര സർക്കാർ ED ആയിട്ടും അതുപോലെ തന്നെ CBI ആയിട്ടും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ SFI ആയിട്ടും പിണറായിയും കുടുംബവും നടത്തിയ അഴിമതിക്കെതിരെ അന്വേഷിക്കുന്നത് ഇന്നു വരെ അവരെ തൊട്ടിട്ടില്ല എന്നതാണ് കറക്റ്റ്. അത് ഈ ടോം പൂച്ചയ്ക്ക് ജെറി മൗസിന് ഒരിക്കലും തൊടാൻ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് ചെയ്യുന്നത് ഇതിന്റെ സംവിധായകരാണ് തീരുമാനിച്ചിട്ടുള്ള ഇതിങ്ങനെ പോകണം എന്നുള്ളത്. ആ സംവിധായകർ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതല്ലാതെ തെളിവില്ലാഞ്ഞിട്ട് ഇപ്പൊ ഈ SFI അന്വേഷണം തന്നെ നമുക്കറിയാം. ജാനുവരി 31 SFI അന്വേഷണത്തിന്റെ ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് 8 മാസത്തിനകത്ത് സമർപ്പിക്കണമെന്ന്. 8 മാസം കഴിഞ്ഞു. അതിന്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് ഇനി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ലീഗാലിറ്റി വേണമെങ്കിൽ ഇവർക്ക് കോടതി ചോദ്യം ചെയ്യാം. അപ്പൊ പല അവസരങ്ങൾ കൊടുക്കുകയാണ് ഇവർക്ക്. കേരള ഹൈക്കോടതി തള്ളിയ കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളിയ കേസ്, എന്നിട്ടും SFI റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് വരെ ഒരു സ്റ്റേ ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് 8 മാസം കഴിഞ്ഞ അതിന്റെ കാലാവധി, അന്വേഷണത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇതങ്ങനെ ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള കേസൊന്നും അല്ല. ദിസ് ഈസ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് കേസ്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി അഴിമതി പണം നേരിട്ട് വാങ്ങുകയും ബാങ്ക് മുഖാന്തരം വാങ്ങുകയും അതിനൊരു സർവീസും കൊടുക്കാതെ വാങ്ങിയ പണമാണ് എന്ന് ഓൾറെഡി ഒരു ഏജൻസി എലാബറേറ്റ് ആയിട്ട് പരിശോധിച്ച് ഡിപ്പോസിഷൻസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ മൊഴിയെല്ലാം ചേർത്ത് ഫൈൻഡിങ് ഉള്ള ഒരു കാര്യം. SFIക്ക് അതിന്റെ കമ്പനി ലോയുടെ ആസ്പെക്റ്റിൽ എന്തൊക്കെ വയലേഷൻസ് ഉണ്ടെന്ന് നോക്കി 8 മാസം എന്ന് പറയുന്നത് ടു ബിഗ് എ ടൈം, അല്ലെങ്കിൽ വളരെ കൂടുതലാഴ്ച. എന്നിട്ടും ഇതുവരെയും കൺക്ലൂസീവായ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനോ നടപടിയെടുക്കാൻ ഇന്നുവരെ ശരീരത്തെ തൊട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ആ കോർ
ആക്ഷനിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നില്ലല്ലോ. ED വന്നു, CBI വന്നു, SFIO വന്നു, ഇൻട്രീം സെറ്റിൽമെന്റ് വന്നു. ആരാണ് വരാത്ത? എല്ലാവരും വന്നാലും. അപ്പോൾ SFIO ഇതിനിടയിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ DGPക്ക് ഇന്ന് ആലോചിച്ച് നോക്കണം. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ BJPയുടെയും സംഘപരിവാറിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് ഭരണകൂടത്തെ ഉപയോഗിക്കാൻ BJPക്ക് കഴിയുന്നു. അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം നടന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൂട്ടി വേണം വായിക്കാൻ, അല്ലാണ്ട് വി ഷുഡ് നോട്ട് കീപ് തിങ്സ് ഐസൊലേറ്റഡ്. ചുരുക്കം പറഞ്ഞാൽ SFIOയുടെ ഈ PV എന്ന് പറയുന്ന ആ കണ്ടെത്തലിനെ കുറിച്ച് മാത്യു കുഴൽനാടൻ പറയുന്നത്, ഈ കേസിൽ തന്നെ പിണറായിയുടെ കുടുംബം മൊത്തം ചോദ്യചിഹ്നത്തിലാണ്, പിണറായിയുടെ മകൾ ഉൾപ്പെടെ. തൃശ്ശൂർ ജയിച്ചത് അതൊരു ഡീലായിരുന്നു എന്ന് എല്ലാവരും പണ്ട് ആ ജയിച്ചതിന് ശേഷം അതിന് മുമ്പേയും പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പിണറായി വിജയനും LDFും ആണെന്നുള്ളത്, CPM ആണെന്നുള്ള കാര്യം. അല്ല, കുറച്ച് നേതാക്കൾ CPM അണികളെ അല്ല ഈ പറയുന്നത്. അണികളൊന്നും അറിയുന്നില്ല, അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. പക്ഷേ അവിടെ അപ്പോഴും നടന്നത് പിണറായി വിജയൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്. അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞത്, ലാവ്ലിംഗ് കേസ് വന്നു. അങ്ങനെ സർക്കാരിനെതിരെ വരുന്ന കേസുകളും പിണറായി വിജയനെതിരെ വരുന്ന കേസുകളും ഒന്നും എങ്ങും എത്താതെ പോവുകയാണ്. ED മുതൽ BD വരെ വന്നു, എല്ലാ സംവിധാനങ്ങളും വന്നു. ഇനി അന്വേഷിക്കാൻ സംവിധാനങ്ങളൊന്നും ഇല്ല ഇന്ത്യയിൽ. ആ സംവിധാനങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് പോലും ഇതിനകത്തൊന്നും ഒരു തുമ്പും കിട്ടിയില്ല. അല്ലെങ്കിൽ കേസ് കോടതിയിൽ പോയിട്ട് ഇങ്ങനെ നീണ്ടു പോവുക എന്നുള്ളതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ കേസും അങ്ങനെ തന്നെ പോകുമെന്നാണ് പറയുന്നത്. SFIOയെ ഉപയോഗിച്ച് തന്നെ കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ കുരുക്കിയിട്ടിരിക്കുകയാണ്. പിണറായി വിജയനോട് ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഇത്ര സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ മൂളോടെ കുടിക്കൊണ്ട് പോകുമെന്നറിയാം. എന്തായാലും ഇതിനെക്കുറിച്ച് ഇടത് സഹയാത്രികൻ ജയചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് പിണറായി വിജയനെ പൂർണ്ണമായും വിശ്വാസമാണ്. പിണറായി വിജയൻ ഞാൻ കണ്ട പിണറായി വിജയൻ ഒരിക്കലും ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കില്ല എന്ന്. അത് തന്നെയാണ് അണികളെയും വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്, ഇതാണ് പിണറായി വിജയന്റെ വിജയവും. അദ്ദേഹത്തിന് കൊടുത്ത് ജയചന്ദ്രന് കൊടുത്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങക്ക് ഇനി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് അങ്ങ് അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഈ പിണറായി വിജയൻ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് കുറഞ്ഞ പക്ഷെ അങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം വീണ വിജയന്റെ പരാമർശം നടത്തിയിട്ട് വീണ വിജയൻ ഈ നേരത്തെ പറഞ്ഞ പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂടി പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ആ PV ഞാനല്ല, പിണറായി വിജയൻ ഞാനല്ല എന്ന് പറയുമ്പോൾ അങ്ങേക്കും അത് വിശ്വസിക്കാൻ കഴിയും. ഞാൻ എൻ്റെ സമയം അങ്ങേക്ക് തന്ന് അങ്ങയോട് ഉത്തരമായി നേരിട്ട് ചോദിക്കും. ഇനി അങ്ങ് വളഞ്ഞു പിടിഞ്ഞു പോകരുത്. ഇഫ് യു ക്യാൻ ബി ഓണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ്, ഡു യു ബിലീവ് ഹി സേയിങ് ട്രൂത്ത്? ഇത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ MLA, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയൻ അതാണ് താങ്കൾ ചോദിക്കുന്നത്, അദ്ദേഹം ഇങ്ങനെ അഴിമതി നടത്തിയില്ല എന്ന് താങ്കൾ പറയുമോ? ഞാൻ പറയുമോ? നിശ്ചയമായും ഞാൻ പറയും. പിണറായി വിജയൻ ഇത്തരം ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ രീതികളും പ്രവർത്തികളും ശൈലികളും ഒന്നും ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് പോകുന്നതേ അല്ല. മറ്റൊരുപാട് കാര്യങ്ങളിൽ പോകാമായിരിക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം അഴിമതി വിമുക്തനാണ്, അല്ലെങ്കിൽ അഴിമതി ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ തെളിവ് ഈ UDF സർക്കാരിൻ്റെ കാലത്ത് ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് വിട്ടതിൽ തുടർന്ന് 2013 ഒക്ടോബർ 5 ഉണ്ടായ വിധി മാത്രമാണ് എനിക്ക് ആധാരമായിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എനിക്കറിയാം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നയാളുമാണ്. അതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, പിണറായി വിജയൻ ഇങ്ങനെ അഴിമതി നടത്തിയതായിട്ട് ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നില്ല. അപ്പം ആ എഴുതി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്തായിരിക്കും എന്ന് ചോദ്യം കൂടി ചോദിക്കാനാണ് മാത്യു കുഴൽനാടൻ. അല്ല നിഷാദ്, അങ്ങനെയല്ല. ഞാനത് ചോദിച്ചോട്ടെ, ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. പിണറായി വിജയൻ അഴിമതി നടത്തില്ല എന്ന് ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് അണികളെ കഴിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ വിജയം. പക്ഷേ ഈ നിയമപരമായ വിജയമുണ്ട്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള വിധിയുടെ പകർപ്പ് മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യില്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമെങ്കിലും അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് നിയമപരമായെന്ന് കൂടിയാണ് ജയചന്ദ്രൻ പറയുന്നത്. അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ വീണ വിജയന്റെ പിതാവ് ആയ നേരത്തെ പരാമർശിച്ച PV എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ അല്ലെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്.
ശരി, അപ്പൊ അതിലേക്ക് ചൂണ്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ അത് അല്ലെന്ന് പറയാൻ കഴിയുമെന്ന് നിഷേധിക്കാൻ ചോദിക്കുന്നത്. CPM അല്ലെങ്കിൽ CPM-നോട് സംസാരിക്കുന്നത് അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു. ആ ചോദ്യത്തിന് ജയചന്ദ്രൻ ലാസ്റ്റ് വരെ ഉത്തരം നൽകിയിട്ടില്ല. അപ്പം ഈ PV എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മറ്റുള്ള കേസുകളെയും പോലെ ഈ കേസും ഇതുപോലെ മുന്നോട്ട് തന്നെ വർഷങ്ങളോളം പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് അതങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇനി പോകെ ഇതിന്റെ ശരിയായ ദിശയിലേക്കുള്ളതാണോ ഈ അന്വേഷണം പോകുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളൊക്കെ എല്ലാം ശരിയാണോ എന്നൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് പോകെ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇന്ന് ചില ചോദ്യങ്ങൾ മാത്യു കുളനാടൻ ചോദിച്ചത്, ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ ഇടതുപക്ഷ നിരീക്ഷകന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.